ഡിപ്രഷനിലൂടെ, ഫോബിയയിലൂടെ, ബൈപോളാർ മോഡ് ഡിസോർഡറിലൂടെ, ഇവൻ സൂയിസൈഡ് ടെൻഡൻസിയിലൂടെ, എക്സാം ഫോബിയയിലൂടെ, പിന്നെ പെട്ടെന്ന് ഒന്നും സഹിക്കാൻ വയ്യാത്ത പെട്ടെന്ന് തളർന്നു പോകുന്ന മനസ്സിന് ധൈര്യം. ഞാൻ പറയുന്നൊരു മാനസിക രോഗികളല്ലാതെ തന്നെ ചിലർക്കൊന്നും സഹിക്കാൻ വയ്യ, പെട്ടെന്ന് അങ്ങ് അപ്സെറ്റായിപ്പോവും. ചെറിയ കാര്യം മതി അങ്ങ് വീക്കാവും, പിന്നെ അങ്ങ് തളരും. ചെറിയ കാര്യം പോലും നമ്മളെ അങ്ങ് ഭയപ്പെടുത്തുകയാണ്. നെഞ്ചിനകത്ത് ഒരു കൊട്ട തീ വീഴുന്ന പോലെ, വയറ്റിൽ ഒരു കൊട്ട ആദി ഇങ്ങനെ വീഴുന്ന പോലെ എന്നിട്ട് വെപ്രാളപ്പെടുക, അങ്ങനെ നെഞ്ചൊക്കെ അങ്ങ് ഇടിക്കുന്ന പോലെ തോന്നുക. അങ്ങനെ എനിക്കൊരു മാനസികാരോഗ്യം വേണം. ഈ പ്രശ്നം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഉറക്കക്കുറവുണ്ട്. ഞാൻ ചെറിയ വലിയ ടെൻഷൻ കൂടെ കടന്നു പോയ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അലട്ടലിൻ്റെ ഒരു തലത്തിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലുണ്ടായ ചില മരണങ്ങൾ വല്ലാത്ത അലട്ടലിലൂടെ കടന്നുപോയി. അതൊക്കെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് എനിക്ക് അതിന്മേലൊരു ജയം വേണം. പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിക്കേ, വിശ്വസിച്ച് നമുക്ക് വേണ്ടി മാത്രമല്ല, അങ്ങനെ ഒരു ഒത്തിരി സഹോദരങ്ങൾ ഇപ്പം കൂടുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നു. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. എന്താ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുക? ഒരു ബലമില്ലാത്ത മക്കളാണ്, ഒരു ബലമില്ലാത്ത മക്കൾ. എക്സാം തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുക, എക്സാം തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുക. എന്താ ഇവർക്കൊക്കെ പറ്റുക? ഇവരാണ് ഈ പോയി ലഹരിക്ക് അടിമപ്പെടുന്നത്. എന്തിനാ? മൂഡ് മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് മൂഡ് മാറിയോ? ഇല്ല. അവരുടെ മൂഡ് പോയി, ഇവരുടെ വീട്ടുകാരുടെ മൂഡ് പോയി, ഒത്തിരി പേരുടെ മൂഡ് പോയി. പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കെമിക്കൽ ഇൻബാലൻസസ്, ബ്രെയിനകത്ത് വ്യാപരിക്കുന്ന സകല കെമിക്കൽ ഇൻബാലൻസസ് ഇപ്പോൾ കർത്താവേ അതൊരു ബാലൻസിങ് സ്റ്റേജിലേക്ക് വരുവാൻ ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാനസികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ കർത്താവിൻ്റെ കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ മാനസിക ധൈര്യവും സന്തോഷവും, ഒരു ഉറപ്പും, ഒരു ഉന്മേഷവും, ഒരു തിളക്കവും, ഒരു ഊർജവും, ഒരു മനസ്സിനൊരു ധൈര്യവും യേശു കർത്താവിൻ്റെ നാമത്തിൽ മാനസിക ദാരിദ്ര്യത്തിൻ്റെ മേൽ ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യം വ്യാപരിക്കുവാൻ എളിയദാസൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മസാന്നിധ്യമുള്ള പുൾപ്പറ്റിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നൂറുകണക്കിന് മാനസിക രോഗികൾ, മാനസിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇപ്പോൾ ധൈര്യപ്പെടട്ടെ. ഭയം യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഇതിനകത്തും പുറത്തും ഇതെൻ്റെ ഒരു വിഷയമാണ്. എനിക്കത് വേണമെന്നുള്ളവർ പ്രാർത്ഥിച്ചോണേ, വിശ്വസിച്ച് സ്വീകരിക്കുക. ഒരു വലിയ ധൈര്യത്തെ കർത്താവ്, ദാരിദ്ര്യം മാറി മാനസികമായ ഒരു ആരോഗ്യം, ഒരു മാനസികമായ സമ്പന്നത യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് മേൽ പകരപ്പെടട്ടെ. ശകനം ദിഗനം ദഗനം രഗജം ദഗനം ധാരം ധേരം 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 അർക്കല റിക്കര ഭക്ഷണ വൈഡപര അന്തര രന്തന റിക്കര ധാരക രക്ഷ സൈതര ഹത്തേ റിക്കേ ദാന. യേശുവേ, ഈ സാധുക്കളോട് കരുണ തോന്നണമേ. മാനസികമായ ദാരിദ്ര്യം അതുമേൽ ദൈവം വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട് തരും. നിന്റെ പ്രാണൻ വിഷാദിച്ചുള്ളിഞ്ഞരങ്ങുന്ന എന്ത് യഹോവയിൽ പ്രത്യാശ വെക്കുക. ധൈര്യപ്പെടട്ടെ, ഉറച്ചിരിക്കട്ടെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആകയാൽ കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഇബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ, കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മാനസികമായ ദാരിദ്ര്യം. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് ബൗദ്ധികമായ ദാരിദ്ര്യം, ഇൻ്റലക്ച്വൽ പോവർട്ടി. ഇത് ഫാസ്റ്റ് മൂവിങ് വേൾഡാണ്. ഫാസ്റ്റ് മൂവിങ് വേൾഡ് എന്ന് പറയുന്നില്ല, സൂപ്പർ ഫാസ്റ്റ് പോലോ. നമുക്കറിയാം പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേ, മറ്റേ പുല്ലൂന്നൊരു വണ്ടിയെ കയറിയ റാന്നിയിലെത്തുമ്പോഴത്തേനും ഒരു ചടങ്ങാകുമായിരുന്നു. അപ്പോൾ റാന്നിക്കാർക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ പുല്ലൂന്ന് ഹൈവേ തീർന്ന് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് റാന്നി വരാമെന്നാണ് പറയുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് റാന്നി വരാൻ 1 മണിക്കൂർ മതിയെന്ന്. ആ നിലയിലാണ് ഹൈവേ തീരുന്നൊക്കെ പറക്കുകയാണ്. ഹൈവേ, എക്സ്പ്രസ് ഹൈവേ. എന്തിനാ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രസ്? അതുകൊണ്ടാണ് ഈ വികസനമൊക്കെ വരുമ്പോൾ, അതുകൊണ്ടും ഒത്തിരി പേര് അപ്രൂവ്ഡ് ആയി പോകുമ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഈ മനുഷ്യാവകാശക്കാര കമ്മീഷനും അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ വരുന്നത്. വികസനം ഒരു സൈഡിൽ കൂടെ സ്പീഡിൽ പോകും, മാർജിനലൈസ് ആയി പോകുന്ന, അപ്രൂവ്ഡ് ആയി പോകുന്ന ഒത്തിരി പാവങ്ങളുണ്ട്.
അവരെ ആരും കാണാറില്ല. കാരണം അവരുടെ ജീവിതം വീണ്ടും പതുക്കെ ശോചനീയമാവുക. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് വേൾഡാണ്. ഒരു സെക്കൻഡിൽ ഇത്ര ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു, ഇത്ര ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊക്കെ കണക്കിൽ പൊയ്ക്കൊണ്ടിരുന്ന കോവിഡിന് മുമ്പുള്ളൊരു കാലഘട്ടം. തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഒന്ന് പിടിച്ചു നിർത്താവോ നോക്കിയിട്ട്. സകലമാന എയർപോർട്ടുകളും ഡൂം ഒന്ന് സ്ലോ ആയി. കാരണം അത്ര ഫാസ്റ്റ് മൂവിങ് വേൾഡായിരുന്നു. പണ്ടൊക്കെ തമാശയ്ക്കൊക്കെ പറയായിരുന്നു, രാവിലെ കേരളത്തിലെ ഇന്നാർ മുഖ്യമന്ത്രിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ലഞ്ച് കഴിച്ചിട്ട് വൈകിട്ട് അമേരിക്കൻ പ്രസിഡൻ്റൊപ്പം ഡിന്നർ കഴിക്കുന്ന പോലെ ഇങ്ങനെ ഓടി നടന്ന വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് വേൾഡായിരുന്നു. ഒരു ദിവസം ഇവിടെ ആണെങ്കിൽ ഒരു ദിവസം അവിടെ, ഒരു ദിവസം അവിടെ ആണെങ്കിൽ ഒരു ദിവസം ഇവിടെ. എന്തൊരു ഫാസ്റ്റ് മൂവിങ് വേൾഡാണ്. പക്ഷേ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിനകത്തും സ്ലോ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇതാരാണ്? ഒത്തിരി മക്കളുണ്ട്. അതിനെ ഓർത്ത് ഒത്തിരി പേര് ഭാരപ്പെടുന്നുണ്ട്. ശരിയല്ലേ? ഭാരപ്പെടുന്നുണ്ട്. നമുക്ക് അന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും. അന്ന് പഠിക്കാത്തവരെ എല്ലാം എന്താ വിളിച്ചു? പോട്ടൻ, മൊണ്ണ. അതുകൊണ്ട് അപ്പം പ്രത്യേക കൺസെൻറ്റ് കൊടുക്കും. സാറേ എൻ്റെ മോന വെച്ച് കീറിക്കോളാൻ പറയും. ആ കൺസെൻറ്റ് കൂടെ കിട്ടിയാൽ പിന്നെ പിച്ചു. അപ്പോഴാണ് കണക്ക് സാറന്മാർ പഠിക്കും. A+B ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പറയത്തില്ല. ആമ്പിള്ളാരാണ് തുടക്കി പിച്ചു കാലിൻ്റെ. കണക്ക് മാഷന്മാരാണ് ഏറ്റവും കൂടുതൽ പിച്ചിട്ടുള്ളത്. ആണോ? പെമ്പിള്ളാരാണ് ഇവിടെ പിച്ച് കിട്ടും. പിച്ച് പറിക്കും. എന്താണ്? ടാൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. എന്ത് ഗുണം ഇമ്മാനുവേലെ അതുകൊണ്ട് കിട്ടി? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ടാനും കോസും സൈനും പഠിച്ച് പിച്ച് കിട്ടിയിട്ടുണ്ട്? എന്തെങ്കിലും ഗുണം അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരാൾ പറയാമോ? ടാൻ തീറ്റ ബൈ കോസ് തീറ്റ. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ മദ്യമായിരുന്നു. പുള്ളിക്ക് കാണാപ്പാടമായിരുന്നു. അടിച്ച് പൂക്കുറ്റിയാകുമ്പം പുള്ളി ടേബിൾ മുഴുവൻ കാണാപ്പാടം പറയും. അടിച്ച് പൂക്കുറ്റിയാകുമ്പോഴാണ് ടാൻ തീറ്റ ബൈ come on my dear children, I'm going to teach you. അതല്ലാതെ ഒരു പ്രയോജനം ഞാൻ കണ്ടിട്ടില്ല. ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ അത് പഠിച്ചില്ലെങ്കിൽ എന്തോ കിട്ടും? പിച്ച് കിട്ടും. ഗ്രാമറൊക്കെ പഠിച്ചാൽ പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് പറയാം. A+B ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു പറയാം മക്കളെ, അറിയത്തില്ലേ? A+B ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു A സ്ക്വയർഡ് പ്ലസ് 2AB പ്ലസ് B സ്ക്വയർഡ്. എന്ത് ഗുണം കുഞ്ഞെ നിനക്ക് അതുകൊണ്ടുണ്ടായി? ഒരു ഗുണമുണ്ടായോ? ഇല്ല. പക്ഷേ മിക്കവർക്കും അതിൻ്റെ പേരിൽ എന്ത് കിട്ടി? പിച്ച് കിട്ടി, അല്ലേ? പിച്ച് കിട്ടി. ഈ പിച്ച് കിട്ടുമ്പോൾ ഓർത്തോണം, പിച്ച് പറിക്കും. അന്ന് അട്ടിയായിരുന്നു, മൊണ്ണ. പക്ഷേ ഇപ്പോൾ അതല്ല, കാലം മാറി. ഇപ്പം എല്ലാവർക്കും A+. ഇപ്പം സകലർക്കും എന്താണ്? A+ ആണ്. ഫുൾ A+ കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കാവും. 10 A+ കിട്ടിയ മോനെ കിട്ടി. പിന്നെ ഞാനുണ്ട്, പെൺപിള്ളേരാരൊക്കെ ഉണ്ട് 10 A+ കിട്ടിയ മോനെ. മോനെ ഞാൻ കളിയാക്കിയെന്ന് പറയല്ലേ. ഞാൻ ചന്തയ്ക്ക് പോവാം. മോൻ്റെ ഞാൻ 250 രൂപ അന്ന് കിട്ടും. മത്തിക്ക് എന്നെ വില? മത്തിക്ക് 180 രൂപ. 3/4 കിലോ മത്തിക്ക് എത്ര രൂപ ഇപ്പം പറയാമോ? പറയത്തില്ല. അവന് A+ ഉണ്ട്. ഞാൻ മോനെ ഡീഗ്രേഡ് ചെയ്താൽ അറിയില്ല, ആരും പറയത്തില്ല. മനോലിപ്പം വേണേൽ പറയാം, കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു വെക്കും. പക്ഷെ ഞാൻ ഇത് കണ്ടൊരു കാഴ്ച കണ്ടു. ഇത് മീനും അല്ല പച്ചക്കറി എല്ലാം കൂടെ മേടിച്ചിട്ട് ഫുൾ A+ കിട്ടിയ കൊച്ച് ഞാൻ നോക്കി നിൽക്കുമ്പോൾ പച്ചക്കറി കിടക്കാൻ്റെ കണ്ട 2000 രൂപ കൊടുത്തിട്ട് പറയാം, അച്ചാച്ചനെ എനിക്ക് നല്ല വിശ്വാസമാണ് കണക്ക് കൂട്ടി ബാക്കി തന്നേക്കാൻ. കാരണം തുണ്ടൊന്ന് കൂട്ടാൻ, പെടപെടാന്ന് കൂട്ടാൻ ഇവർക്കറിയത്തില്ല. കുറ്റമല്ല, അറിയാമോ? പറ. പിള്ളേർക്ക് അറിയത്തില്ല. അതേസമയം ഒരു സ്കൂളും പോകാത്ത അച്ഛൻ അവിടെ നിന്ന് കണക്ക് കൂട്ടുന്ന കണ്ടിട്ടുണ്ടോ? 2 2 4 4 3 7 7 3 10 13 14 15 16 പറഞ്ഞാൽ അവർ ബാക്കി തരും. തരുമോ? തരും. നമ്മളിരുന്ന് എണ്ണി ഒരു ദിവസം കളയും. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ പുറകിലായിപ്പോയി ഒത്തിരി മക്കളുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ ഇത് ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു PTA മീറ്റിംഗ് നടക്കുക. അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഇച്ചിരിയെങ്കിലും ഒക്കെ ഇപ്പോഴൊക്കെ ഈ പ്രത്യേകിച്ച് ഈ മീഡിയയൊക്കെ വന്ന് പിന്നെ ചെറിയൊരു അറിയപ്പെടുന്ന എന്ന് ഞാനത് പറയുന്നതൊക്കെ വളരെ വിനയത്തോട് പറയുക. ഒരു പാസ്റ്റർ നില എന്നെ വളരെ ആദരിച്ച് ഫ്രണ്ട് സിറ്റി പാസ്റ്റർ വന്നിട്ട് ഇരുന്നാട്ടെന്നൊക്കെ പറഞ്ഞ് എന്നോടൊന്ന് വളരെ പക്വമായി വളരെ സ്നേഹത്തോടെ. അപ്പോൾ അതിനിടയ്ക്ക്
ഞാൻ ഈ ഇവർ ടീച്ചേഴ്സിനെ അതിൻ്റെ പ്രിൻസിപ്പളിനെ ഒന്നും കുറ്റം പറയത്തില്ല. കാരണം ഇവർക്ക് മാനേജ്മെൻറ്റ് കയ്യിൽ നിന്ന് പ്രഷറുണ്ട്. 100% എന്ത് മേടിക്കണം, റിസൾട്ട് മേടിക്കണം. അപ്പോൾ അതിലൊരു സാറ് ഒരു കൊച്ചോട് ചോദിച്ചു, നിൻ്റെ മാർക്ക് അറിയാമോ? അപ്പോൾ അവൻ പലതിനും തോറ്റുപോയി, പലതിനും മാർക്കൊന്നുമില്ല. എന്തേ അവൻ്റെ അമ്മ എഴുന്നേറ്റ് ചെയ്യുന്നു, എൻ്റെ കൊച്ചൻ്റെ മാർക്ക് അറിയാമോ? അറിയാം. എന്തേ എൻ്റെ അപ്പൻ എന്നാ വരാഞ്ഞേ? എനിക്കൊന്ന് ഈ പ്രിൻസിപ്പളിന് ഇവരോടൊരു സ്വാതന്ത്ര്യമുണ്ട്. അമ്മ പറഞ്ഞു വന്നില്ല. അറിയാമടി, എനിക്കറിയാം, നീ അപ്പനെ കൊണ്ട് വരത്തില്ല, അമ്മയും മോനും കൂടെ കളിച്ചോ, അപ്പനോടൊന്നും പറയത്തില്ലല്ലോ, നടക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയൊന്നും മിണ്ടിയില്ല. അമ്മ കരഞ്ഞു, കണ്ണ് പിന്നെ ചോര പൊടിയല്ലേ, ഇത്രയും പേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കയറ്റം കയറി ഇറങ്ങിയോണ്ട് ഞാനിങ്ങനെ കയറി വരുമ്പോൾ ഈ അമ്മ റോഡിൽ നിൽപ്പുണ്ട്. അവരെന്നെ കൈ കാണിച്ച് ഇറങ്ങി വരാൻ പറഞ്ഞു. എൻ്റെ അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. പാസിങ്ങോട്ട് മാസമല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഒരു കാര്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് പറഞ്ഞു. ഒരു ബുദ്ധി കുറഞ്ഞ കൊച്ചനെ ഞാൻ പെറ്റുപോയി, എൻ്റെ കുറ്റമാണോ തമ്പുരാൻ്റെ കുറ്റമാണോ പറഞ്ഞിട്ട് പോയാൽ മതി. എല്ലാവരും വെല്ലുമിടുക്കലൊക്കെയാണ്. എൻ്റെ കൊച്ചിന് മാർക്കില്ല, അവൻ പഠിക്കുന്നുണ്ട്, അവനൊന്നും നല്ല കയറുന്നില്ല. അവന് ബുദ്ധി കുറഞ്ഞ കൊച്ചിനെ പെറ്റ എൻ്റെ കുറ്റമാണോ അവൻ്റെ തമ്പുരാൻ്റെ കുറ്റമാണോ? രണ്ടാമത് ചോദിച്ചു, എന്ത് എൻ്റെ അപ്പനെന്ന് ചോദിച്ചില്ലേ? എൻ്റെ പൊന്നച്ചാച്ച ഫാസ്റ്ററെ ഞാൻ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ല, സത്യമാണ്. പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മാർക്ക് കേൾക്കുമ്പോൾ അവൻ്റെ ചെവുക്കന്നം തീർത്ത് അടിക്കും. അപ്പം ഞാൻ കയറി പിടിച്ച് എന്നെ അടിക്കും. അടിക്കുന്ന കണ്ടുകൊണ്ട് ഏതെങ്കിലും സാറന്മാരെ വല്ലതും പിടിച്ചെങ്കിൽ അവരെ അടിക്കും. ഇന്നിവിടെ മുഴുവൻ പേരെ അയാൾ അടിച്ചു തകർക്കും. അതാണ് ഇവൻ്റെ അപ്പൻ. പറയണോ വേണ്ടായോ? പറയാൻ ഞാൻ വേണ്ട ഉത്തരം പറയാം. പാസല്ലേ പറ. അവർ രോക്ഷാകുരിയായിട്ടാണ് ചോദിക്കുക, തമാശയായിട്ടല്ല. അവിടെ ചങ്ക് പൊടിയും ചോദിക്കുക. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ കാലം തെളിയിക്കും നിങ്ങളുടെ കുഞ്ഞ് ഭാഗ്യപ്പെട്ട കുഞ്ഞാണ്. കാരണം എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, പിമ്പനെ മുൻപനാക്കുന്ന ദൈവ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവ. ആണോ? സാധാരണഗതി പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരൊക്കെ മിടുക്കലായിരിക്കും, അവർ ഒരുമാതിരിയൊക്കെ പഠിച്ച എഞ്ചിനീയറോ എന്തെങ്കിലുമൊക്കെ ആയിപ്പോൾ. സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് LD ക്ലാർക്ക്, PSC ടെസ്റ്റൊക്കെ എഴുതി പോകുന്നവർ. മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് മിക്കവാറും പഞ്ചായത്ത് മെമ്പറാകുന്നത്. നാലാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് നാലാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് അപ്പോഴത്തേനും എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുന്നവർ റെക്കോർഡിടുമ്പോൾ നാലാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവർ എന്തായിരിക്കും? മുണ്ടായിരിക്കും. നാലാമത്തെ ബെഞ്ചിൽ പുറകെ ഇരിക്കുന്ന പെൺപിള്ളേരുണ്ട്, അവരാരായിരിക്കും? അവരെ വലിയ പാവാട ഇട്ടുകൊണ്ടായിരിക്കും. ഞാൻ പിന്നെ CBSE സ്കൂളിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. നാലാമത്തെ ബെഞ്ചിൽ പുറകെ ഇരിക്കുന്ന ഓർമ്മയില്ലേ? അവിടെ ആൺപിള്ളേരും മുണ്ടും, പെൺപിള്ളേരെന്തായിരിക്കും? വലിയ പാവാടയായിരിക്കും. ഇവരെ വെച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ അവൻ പ്ലസ് ഇവളെന്നൊക്കെ എഴുതി വെക്കുന്നത്. കാരണം ഇവരാണ് ഈ സ്നേഹക്കാരൊക്കെ, വലിയ പാവാടൊക്കെ ഇട്ട് വലിയ പിള്ളേരാണ്. അവർ പലരുമാണ് ഈ പുറകിരുന്ന അച്ചായൻ ഉപദേശിയുമായി. ആ പുറകിൽ വലിയ പാവാട ഇട്ടിരുന്ന ആൾ പാസ്റ്ററുടെ കൊച്ചമ്മയുണ്ടായി. അവരൊക്കെ മിടുക്കരായി. എന്താ കാര്യം? സിമ്പിൾ റീസൺ. തമ്പുരാൻ ഒരു പ്രത്യേകതയുണ്ട്, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായത്, മാന്യന്മാരെ ലജ്ജിപ്പിപ്പാൻ അമാന്യമായത്, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത്, പിൻപരെ മുമ്പനാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നൊരമ്മ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 5ാം ക്ലാസ് ആയി എൻ്റെ കുഞ്ഞ് എഴുതാൻ തുടങ്ങിയിട്ടില്ല, എനിക്ക് അത് മനസ്സിലാവും. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഒരു ചരിത്രമുണ്ട്, എബ്ബേസ് എന്ന് പറയുന്ന ആളുടെ ചരിത്രം. ജനിച്ചപ്പോഴേ പറഞ്ഞു. എൻ്റെ ചിന്തയിൽ മിക്കവാറും എബ്ബേസ് ഒരു മൈനർ ഓട്ടിസ്റ്റിക്കോ ഹൈപ്പറോ വല്ലായിരിക്കും. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ നോക്കി അമ്മ പറഞ്ഞത്, ഇവനെനിക്ക് വ്യസനപുത്രനാ, ഇനി എനിക്കൊരു ജീവിതത്തിൽ എങ്ങും പോകാനൊക്കത്തില്ല. പക്ഷെ അവന് മനസ്സിലായപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചു, എൻ്റെ അതിരിനെ ഒന്ന് വിശാലമാക്കിയേക്കണം. പിന്നെ ചരിത്രം എഴുതുമ്പോൾ എബ്ബേസ് ശാസ്ത്രജ്ഞന്മാർ പാർത്ത പട്ടണത്തിൻ്റെ പേരായെങ്കിൽ ഈ തമ്പുരാനൊരു പ്രത്യേകതയുണ്ട്, പുറകിൽ നിൽക്കുന്നവരെ മുമ്പിലാക്കുന്ന ഒരു ദൈവമുണ്ട്. പുറകിൽ നിൽക്കുന്നവരെ മുമ്പിലാക്കുന്ന ഒരു ദൈവം. എൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ല, 5ാം ക്ലാസ്സായി 6ാം ക്ലാസ്സായി, നല്ലപോലെ ഇപ്പോഴും വായിക്കാനും എഴുതാനും തുടങ്ങിയിട്ടില്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവൻ്റെ ഭാവി എന്താ എന്ന് ഭാരപ്പെടുന്ന ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വലിയ മിടുക്കരല്ല. എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്, അവൻ്റെ അമ്മ ഒരിക്കൽ എന്നോട് സാക്ഷ്യം പറഞ്ഞു, പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് അവന് 2 അക്ക മാർക്ക് കിട്ടുന്നത് 10ാം ക്ലാസ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അറിയാം. 9 മേലെ മാർക്ക് കിട്ടുന്നത് 10ാം ക്ലാസ്സിൽ. അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കും, അവൻ എങ്ങനെ? 9ാം ക്ലാസ് ഗവൺമെൻറ് സ്കൂളായിരുന്നു. അവനെല്ലാ സാറന്മാരെയും മണിയടിക്കും,
ടീച്ചറിൻ്റെ ബാഗ് കൊണ്ട് അവിടെ കൊടുക്കും, സാറിൻ്റെ പുസ്തകം കൊണ്ട് അവിടെ വെക്കും. അതുകൊണ്ട് 10ാം ക്ലാസ് വരെ എത്തി. പക്ഷെ 10ൽ അവൻ നല്ല മാർക്കോടെ പാസ്സായി. പ്രീ ഡിഗ്രി +2 എങ്ങനെയോ പാസ്സായി. എൻജിനീയർ ചേർന്നു. ഏതായാലും മിടുക്കരെ പിള്ളേർക്കൊക്കെ 60 പേപ്പറിൽ 10-20 പേപ്പർ ബാക്ക് ഉള്ളപ്പോഴും അവൻ എൻജിനീയറിംഗ് പാസ്സായി. അവൻ പണിയുന്ന പാലം നിൽക്കുമെന്നില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവന് ബിടെക് പാസ്സായത് എനിക്കറിയാം. ഒറ്റ സാക്ഷിയേ ഉള്ളൂ, പിമ്പനെ മുമ്പനാക്കും, കൂട്ടുകാരിപ്പരമായി ആനന്ദൈലം കൊണ്ട് നിറയ്ക്കും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഭൗതികമായി പുറകിലാണ്, വലിയ ബുദ്ധിയൊന്നുമില്ല. ഇത് വലിയ ബുദ്ധിമാന്മാരുടെ ലോകമാണ്, മിടുക്കരുടെ ലോകമാണ്. നാളെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും? ബൗദ്ധികമായി പുറകിലാണ് ഞാൻ. കുഞ്ഞുങ്ങളെ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. 3 പ്രാവശ്യം മുട്ടുകുത്തണം, 7 പ്രാവശ്യം പറയണം, എൻ്റെ അതിനെ വിശാലാക്കണേ. വേറൊന്നും പറയണ്ട. 3 പ്രാവശ്യം മുട്ടുകുത്തണം ദിവസം, 7 പ്രാവശ്യം പറയണം. അത് എന്നെ കണക്കൊന്നും എന്നോട് ചോദിച്ചേക്കരുത്, എൻ്റെ വായി വന്നൊരു കണക്ക്. ഞാൻ ഇന്നൊരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത കണക്ക്. എൻ്റെ അതിരിനെ വിശാലാക്കണേ. ഞാനിത് പറയുമ്പോൾ ഇത് വലിയ സംഭവം ഒന്നല്ല കേട്ടോ, നാണക്കേണ്ട സംഭവമൊന്നുമില്ല. ഇവിടെ എല്ലാ മക്കൾക്കും A+ കിട്ടുമ്പം ട്രോഫി കിട്ടും. അവിടെ വീട് നിറച്ച് ട്രോഫി കാണും. ഒരു ട്രോഫി പോലും എഴുത്തിൻ്റെയും വായനയുടെയും പേര് കിട്ടാത്ത മക്കളുണ്ട്. അവർ പലതിലും മിടുക്കരായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളുടെ കുഞ്ഞിനെ പിമ്പനെ മുമ്പനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നു. കണ്ണടച്ചേ. കുഞ്ഞുങ്ങളെ, ഒരു ബൗദ്ധികമായ ദാരിദ്ര്യം എനിക്കുണ്ട്. ഞാനങ്ങനെ വലിയ മിടുക്കനൊന്നും അല്ല, അല്ല മിടുക്കിയല്ല. പക്ഷേ എൻ്റെ ബുദ്ധിമണ്ഡലത്തിനൊരു വികാസം വേണം, ഒരു ബൗദ്ധിക വികാസം. അതെനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ കൊച്ചുമോന് വേണ്ടി, എൻ്റെ കൊച്ചുമോക്ക് വേണ്ടി, എന്തിനേറെ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരന് വേണ്ടി, കൂട്ടുകാരത്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്ന് കരമുയർത്തി ഈ നിമിഷം വിശ്വസിച്ച് സ്വീകരിച്ചു. ഞാൻ ഉറപ്പ് പറയുന്നു, ബൗദ്ധിക ദാരിദ്ര്യത്തിന്മേൽ സമ്പന്നത അയക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം കൂട്ടുകാരിപ്പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കും. 2, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കും. 3, നിങ്ങളിലൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, ദാനമായി ധാരാളം തരും. യേശുവിൻ്റെ നാമത്തിൽ ബൗദ്ധിക തലത്തിൻ്റെ മേൽ അതിരുകളെ വിശാലമാക്കും. അതിരുകളെ ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയരണം. എന്തിനു വേണ്ടി? തിരുനാമോഹത്വത്തിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൂരെയാണെങ്കിൽ, ഇവിടെ ഇല്ലെങ്കിൽ പോലും ദൈവം അവിടേക്കൊരു വികാസം അയക്കും, ബൗദ്ധിക വികാസം. അതുപോലെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു കൃപ. ഭാഷ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഭാഷ വേണം, ലാംഗ്വേജ് വേണം. ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്ന ഔദാര്യമാണ്, ദാനമാണ്. നമ്മുടെ മിടുക്കൊണ്ട് കിട്ടുന്നതല്ല, നമ്മുടെ കഴിവ് കൊണ്ടും കിട്ടുന്നതല്ല. കഴിവില്ലായ്മയാണ് നമ്മുടെ കൃപയ്ക്ക് ആധാരം. ദൈവത്തിന് ആവശ്യം നമ്മുടെ സമർപ്പണമാണ്. എനിക്കൊരു ബൗദ്ധിക വികാസം വേണം. പ്രാർത്ഥിച്ചു. പിതാവേ, ഇവിടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാധുക്കളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എളിയ ദാസൻ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള കർത്താവേ, യേശുവിൻ നാമത്തിൽ അതിര് വിശാലമാകട്ടെ, അതിര് വിശാലമാകട്ടെ, അതിര് വിശാലമാകട്ടെ. അവിടെ ബുദ്ധിയെ കെട്ടിയ കെട്ടുകൾ, ഇതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ സകല മകടമേലും ഇപ്പോൾ ബൗദ്ധിക വികാസം നടക്കട്ടെ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തെരഞ്ഞെടുത്ത, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനവും നികൃഷ്ടമായി തെരഞ്ഞെടുത്ത, കൂട്ടുകാര് പരമായി ആനന്ദ ധൈര്യം കൊണ്ട് നിറയ്ക്കാമെന്ന് പറഞ്ഞ, പിപ്പനെ മുമ്പനാക്കുമെന്ന് പറഞ്ഞ നസ്രയനായ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ എളിയദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമണ്ഡലത്തെ നോക്കി IELTS എഴുതുന്ന മക്കള്, OET എഴുതുന്ന മക്കള്, എൻട്രൻസ് എഴുതുന്ന മക്കള്, CAയുടെ പ്രിലിമിനറി എക്സാം എഴുതുന്ന മക്കള്, അവരുടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവരുടെ ബുദ്ധി വികസിക്കട്ടെ.
Shapala Hadinia, Regensiam Dunia, Rikana Santana, Arkadvigana Hadana Regana, Ricolo Hantano Shabale, Utagana, Rigana, Raba Lagadunia, Andal Kadagana, Shatana. Shakarakana Rigana Rabana Hadana Rigana Regana Digana Rabana Hadana Rigana Regana Digana Rabana Shagana Degana Digana Ragaja എൻ്റെ ദൈവം എബ്ബസിന്റെ ദൈവമാ. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, അതിരുകളെ വിശാലമാക്കണേ, അതിരുകളെ വിശാലമാക്കണമേ, എൻ്റെ കുഞ്ഞ് പുറകിലാ കർത്താവേ. ഇല്ല ഇല്ല, നിന്ദിതപാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ, നിന്ദിതപാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരി. ഈ കുഞ്ഞ് മാർക്ക് കുറവായതുകൊണ്ട് PTA മീറ്റിങ്ങിന് പോയി നിൽക്കുമ്പോൾ നെഞ്ചടിച്ച് പോയി നിൽക്കുന്നവരുണ്ട്. എല്ലാവരും സന്തോഷിച്ച അഭിമാനത്തോടെ കുഞ്ഞുമിടുക്കനാ മിടിക്കുക എന്നൊക്കെ പറഞ്ഞിറങ്ങി വരുമ്പോൾ അവരുടെ വായിലിരിക്കുന്ന എല്ലാം കേട്ട് തലകുനിച്ചിറങ്ങി വരുമ്പോൾ നെഞ്ച് കീറിയാ വരുന്നേ. കർത്താവ് പറയുന്നു, നിന്റെ കൊമ്പ് ഞാൻ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലും ഉയർത്തും, നിന്നെ നീ പറ്റത് ഇന്നാരെ പ്രസവിച്ചത് കൊണ്ട് നീ ഭാഗ്യവതി എന്ന് പറയും. കാലം തെളിയിക്കും നമ്മുടെ ദൈവം എബ്ബസിന്റെ ദൈവം. നിന്ദിതപാത്രരായി നമ്മെ നായകൻ കൈവിടുമോ, നിന്ദിതപാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു പാടിയിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു പാടിയിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. കരങ്ങൾ ഉയർത്തി എല്ലാവരും വിശ്വാസത്തോടെ ഞാൻ എളിയദാസൻ ആത്മാവിന്റെ ഹൃദയത്തിന്റെ ഭാരത്തിൽ നിന്ന് ഇന്നും 4 5 അങ്ങനെ പഠിക്കുന്ന ഒരു കുഞ്ഞുമായിട്ട് അമ്മ വന്ന കരയുന്ന എന്റെ കുഞ്ഞ് എഴുതി തുടങ്ങിയിട്ടില്ല. ഞാൻ കരുതിയതോടു ചൊല്ലി കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകുന്നു നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെ ഉണ്ട്. പിതാവേ, ഭൗതികമായ ഒരു വികാസത്തിന് വേണ്ടി, ഒരു തുറവിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കൂടപ്പുറപ്പിന് വേണ്ടി, കൊച്ചുമക്കൾ, ഇത് ഞാൻ പറയുമ്പോൾ മിടുക്കര് പിള്ളേരുടെ പേരൻസിന് ഇത് മനസ്സിലാകത്തില്ല. കർത്താവ്, പുറകിനെ നിൽക്കുന്നവനെ മുമ്പിൽ കൊണ്ടുവരാന്ന് പറഞ്ഞവനെ
പിമ്പനെ മുമ്പനാക്കാൻ. ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നവരാരും പുറകെ പോകാൻ പ്രാർത്ഥിക്കുന്നില്ല. മുമ്പിൽ നിൽക്കുന്ന ആരും പുറകെ പോകണ്ട. പക്ഷേ ഈ പിമ്പിൽ നിൽക്കുന്നവരെ ഒന്ന് മുമ്പിൽ കൊണ്ട്. അത് സംഭവിക്കട്ടെ. ബൗദ്ധികമായ വികാസം. ആ ദാരിദ്ര്യത്തിന് മേൽ ഇന്ന് കൃപ പകരട്ടെ. ആ ദാരിദ്ര്യത്തിന് മേൽ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കെട്ട് പൊട്ടട്ടെ. രഗന ധിക ലഗതന ശഗന ദിഗന രബന ഹദന റിഗന ബനഗ ദരഗ രഗജ അദന രഗജ രബന ശഗന ദിഗന രഗജ രബന ദിഗന രബന ഹദന റിഗന രഗജേ. ബൗദ്ധികമായ ദാരിദ്ര്യം ഇരിക്കാം. മൂന്നാമത്തെ ദാരിദ്ര്യ മേഖല ദൈവം തന്ന നിയോഗത്തിൽ പറയട്ടെ, സാമൂഹികമായ ദാരിദ്ര്യമാണ്. സോഷ്യൽ പോവർട്ടി. വാട്ട് ഡസ് ഇറ്റ് മീൻ? സോഷ്യൽ പോവർട്ടി. ഇന്നും ജാതി ഒരു റിയാലിറ്റിയാണ്. ഇല്ലെന്നൊക്കെ പറയാമെന്നുള്ളൂ. ആണോ? ഇറ്റ്സ് എ റിയാലിറ്റി. ഞാൻ ചോദിക്കുന്നുണ്ടൊരു വിഷമം തോന്നല്ലേ? പലരും പിശാചും പോരാട്ടം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പിശാച് യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക്കപ്പോൾ ഞാനൊരു ഇരുട്ടിൻ്റെ ശക്തിയെ കണ്ടു എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഒരു രൂപം ദുഷ്ടശക്തി വന്നു. അങ്ങനെ ദുഷ്ടശക്തിയെ വന്നത് കണ്ടിട്ടുള്ള എല്ലാവരും ആരെങ്കിലും ഉണ്ടോ? ഒരു ദുഷ്ടശക്തി ഇങ്ങനെ പോരാടുന്ന വരുന്നവരെ വല്ലതും കണ്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. ഇന്ന് വരെ നിങ്ങൾ കണ്ട ദുഷ്ടശക്തിയുടെ കളർ എന്തായിരുന്നു? പലരും പിശാച് വന്ന് പോരാടുകയും അവർ ശാസിക്കുകയും അവരൊരു ഒരു ഒരു ശക്തി വിട്ടുപോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അവർ കണ്ട ശക്തിയുടെ എല്ലാം കളർ എന്തുമായിരുന്നു? വെളുത്തായിരുന്നോ കറുത്തായിരുന്നു? കറുത്തായിരുന്നു. പിശാച് കറുത്താ നിങ്ങളോട് ആരാ പറഞ്ഞു? പിശാച് കറുത്താ നിങ്ങളോട് ആരാ പറഞ്ഞു? സാത്താൻ താൻ വെളിച്ചവൻ്റെ വേഷം കെട്ടി നല്ല ക്രിസ്റ്റി പാസ്റ്റർ വരുന്ന പോലെ വരുമെന്നാണ്. നല്ല വെളുത്ത് ചുമ ആര് വരത്തുള്ളൂ? സാത്താൻ വരത്തുള്ളൂ. കറുത്ത കൊമ്പും തലയൊക്കെ വെച്ചാൽ നമ്മൾ ആ വഴിക്കോട്ട് പോമോ? ഇല്ല. സാത്താൻ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ എല്ലാവരും ഈ സാത്താനെ കറുത്ത രൂപത്തിൽ കാണുന്നത്? വിഷമിക്കരുത്. മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വികാര, ഇന്നും മരിക്കാതെ കിടക്കുന്ന ഒരു സാമൂഹികമായ വികാരമാണ് പിശാചിനെ അങ്ങനെ കാണിക്കുന്നത്. അല്ല, പിശാച് കറുത്താൻ നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും തപ്പുക. ഞാൻ ഇന്ന് വരെ വെളുത്ത പിശാചിനെ കണ്ടിട്ടുള്ള ആരും കാണാം. അമേരിക്ക പോലും പിശാച് അങ്ങനെ കഴിക്കുന്നത്. അവർ വെളുത്തവരെല്ലാം കൂടെ ഹാലോവിൻ ഡേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡേ ഉണ്ട്. അന്ന് കറുത്ത രൂപം ധരിച്ച് പിശാചിൻ്റെ ദിവസമാണ്. അപ്പം അവരും കറുപ്പ് ധരിക്കുക. ആരാ പറഞ്ഞേ? അപ്പം നമ്മളൊരു പരിവേഷം കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ കുറേ കഥകളുണ്ടെന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ തെറ്റാണ്. എന്താ കാര്യം? സാമൂഹ്യമായൊരു ദാരിദ്ര്യമാണ്. സാമൂഹ്യമായ ദാരിദ്ര്യം ഇന്ന് റിയാലിറ്റി. അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ലക്ഷം വീട് കോളനികൾ ഈ ഒക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും ഒന്നിച്ചായിടുന്നു അവരെ താമസിപ്പിക്കുക. ശരിക്കും മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാനാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് കൊടുക്കുക. അവരെ ഇൻഡിവിജ്വലായിട്ട് മാറ്റി മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. എന്തിനാ ഒന്നിച്ച് താമസിപ്പിക്കുന്നേ? കോളനികളുടെ സമ്പ്രദായം നിർത്തിയിട്ട് ഓരോരുത്തർ നല്ല 10 വീടിൻ്റെ ഇടയ്ക്കോട്ട് കൊണ്ടൊരു 5 സെൻറ്റ് കൊടുക്കുക. അതല്ലേ മുഖ്യധാരയെ കൊണ്ടുവരണ്ടേ? എൻ്റെ ഒരു സാമൂഹ്യ വീക്ഷണമാണ്. എന്തു ആയിക്കോട്ടെ. പക്ഷേ സാമൂഹ്യമായ ദാരിദ്ര്യം എന്നും റിയാലിറ്റിയാണ്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഒന്നെനിക്കറിയാം. ഞാനൊരു വീട്ടിൽ ചെന്നു കുറേ നാക്കുമ്പോൾ. ഭയങ്കര 14,000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് മിനിമം കാണുമായിരിക്കും എൻ്റെ ഒരു ഊഹത്തിൽ. അപ്പോൾ പക്ഷേ അവർക്ക് അതിനുള്ള ഒരു പശ്ചാത്തലമുള്ളവരല്ല. അപ്പോൾ എൻ്റെ ഒരു തത്തപ്പാടും വെപ്രാളവും കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ആ അച്ചായൻ പറഞ്ഞു, പക്ഷേ വിഷമിക്കേണ്ടത് എൻ്റെ വീട് തന്നെ, പേടിക്കൊന്നും വേണ്ട. കാരണം അത് കണ്ടോ വീട്? ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചു കുടില്ല. അതാണ് ഞങ്ങളുടെ തറവാടൊന്നും ഇല്ല. ആ പാടൊരു ഓലക്കീറ്. അതിനകത്തൊരു വീട് 2 ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് എങ്ങാണ്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഞാൻ പ്രത്യേക സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കണം. ഞാനതൊന്നും വേണ്ട. അങ്ങനെ ഇരിക്കെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു ദൂതൊക്കെ പറഞ്ഞു. അതങ്ങ് സന്തോഷമായി. അവർക്കങ്ങ് വിടുതലായി. അവർ പണിത് തന്ന വീടായത്. നല്ലൊരു വീട്, നല്ല വീട്. ഒരു ഗൾഫുകാർ പണിത അത്രയും നല്ലൊരു വീട് വെക്കത്തില്ല. ആ വീട് എവിടെയാണെന്ന് പോയി ഞാൻ മറന്നുപോയി. ഞാൻ ആ ഒരു സ്ഥലം ഏകദേശം എനിക്കറിയാം. ഒത്തിരി വർഷം മുമ്പ് ഞാനിങ്ങനെ അന്താളിച്ച് നോക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഭിത്തിയെ നിറച്ച് ഫോട്ടോസ്. ഇവരൊരു മധ്യവയസ്കരാണ്. ഇവരുടെ നല്ല സ്റ്റൈലൻ
ഫോട്ടോക്കൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതകത്ത് ഇവർക്കെന്നെ ഈ ഫോട്ടോമാനിയുണ്ട്. ഫോട്ടോമാനിയ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അവരാണ് എപ്പോഴും സെൽഫി എടുക്കുകയും പോസ്റ്റ് ചെയ്യുന്നവർക്ക് ചെറിയൊരു വട്ടമുണ്ട്. വലിയ വട്ടില്ല, ചെറിയ കുറഞ്ഞ ലെവലിൽ, അത് നിയന്ത്രിക്കാനുള്ള വട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതാണോ? അപ്പോൾ എൻ്റെ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ പിന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ ഒരു പാവം പിടിച്ച കൊച്ചായിരുന്നു. അവളോട് കൊച്ചിലെ തൊട്ട് ദൂത് പറയുക, വരുന്നവരെല്ലാം നിൻ്റെ കല്യാണം വലിയ കല്യാണമായിരിക്കും, ആയിരങ്ങൾ പങ്കെടുക്കും, മന്ത്രിമാർ MLA മാരൊക്കെ പങ്കെടുക്കുന്ന വിവാഹമായിരിക്കും. നിൻ്റെ ഒത്തുഭാഷ അനാഥയായിരുന്ന എൻ്റെ പെണ്ണിൻ്റെ കല്യാണം സമൂഹ വിവാഹമായിരുന്നു. ആയിരങ്ങൾ പങ്കെടുത്തു. സത്യം, മന്ത്രി MLA എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നുമില്ലായിരുന്നു, ഫോട്ടോ കിട്ടില്ല, ആൽബം ഇല്ലായിരുന്നു. എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ മാത്രം സമൂഹത്തിന് ഫോട്ടോ എടുക്കാൻ നിൽക്കും, ആൽബം ഇല്ല പോയി. അന്നോട്ടൊരാഗ്രഹം, ഒരാൽബം. ഒരു സ്റ്റുഡിയോക്കാരൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ്റെ പണിയാണ് ഞങ്ങളുടെ രണ്ടും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ലാമിനേറ്റ് ചെയ്തത്. പക്ഷെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്തു. ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. ഈ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തും. സുവിശേഷത്തിന് ഇന്നും വിപ്ലവത്തിൻ്റെ ശക്തിയാണ്. കുമരനൊന്നും കഞ്ഞി കുമ്പിളില്ല. സാമൂഹ്യമായ ദാരിദ്ര്യത്തിൻ്റെ ആ രേഖയെ മുറിച്ച് ആ നുഖത്തെ ഒടച്ച് ജനത്തെ പുറത്തു കൊണ്ടുവന്ന് പ്രഭുക്കന്മാരുടെ പന്തിയിരുത്താൻ ഇന്നും വിപ്ലവാത്മക ശക്തിയുള്ളത് ഈ സുവിശേഷത്തിൻ്റെ ശക്തിക്കാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തും. അവിടുന്ന് സോഷ്യൽ പോവർട്ടിയുടെ മേൽ അധികാരമുള്ളൊരു ദൈവമാണ്. സാമൂഹ്യമായ എല്ലാ ഉച്ചനീചങ്ങൾക്കകത്തുനിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത ഒരു ജനതയെ പരിശുദ്ധാത്മാവ് വചനത്താൽ പുറത്തു കൊണ്ടുവന്ന് പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തി മാനിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു1000 പേരുടെ സാക്ഷ്യമാണ്. സോഷ്യൽ പോവർട്ടി. നാലാമത്തെ ഒരു ദാരിദ്ര്യ മേഖല ഫിസിക്കൽ പോവർട്ടിയാണ്. ഫിസിക്കൽ പോവർട്ടി ചെറിയൊരു കാര്യമല്ല. നമ്മൾ ചെറിയൊരു പ്രയാസം വരുന്നവരൊന്നുമല്ല ഫിസിക്കൽ പോവർട്ടി എന്നൊക്കെ പറയുന്നത്. നല്ല ജോലി ചെയ്യുന്ന അച്ചായൻ പെട്ടെന്നാണ് സംഭവിച്ചത്, നടുവിന് പ്രയാസമായി. ഒരു പഞ്ചസാരച്ചാക്ക് ചുമ്മാതെ എടുത്തുകൊണ്ട് പോകുന്ന മനുഷ്യൻ്റെ നടുവിന് പ്രശ്നം വന്നപ്പോൾ അയാൾ ഒരു നേരം വെളുത്തൊരു കട മാർക്കറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ മിനിമം 2000 രൂപയുടെ പണി ചെയ്യും. ഒരു ലോറിയൊക്കെ വരുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ചാക്കെടുത്തുകൊണ്ട് പോകും. പക്ഷേ നടുപോയാൽ എടുക്കാൻ നിൽക്കുമോ? 2000 രൂപ പണിയുന്നവൻ 100 രൂപയ്ക്ക് കൈ നീട്ടും. ഫിസിക്കൽ പോവർട്ടി. ഡയാലിസിസൊക്കെ ആയിത്തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എല്ലാവരും കാണും. നിരന്തരം ആഴ്ച 3 നമ്മൾ പറയും 800 രൂപ മതി, 1000 രൂപ മതി. പക്ഷേ ഓരോ പ്രാവശ്യം ഓട്ടോ പിടിച്ച് പോകണ്ടേ, ഓട്ടോ പിടിച്ച് തിരിച്ചു വരണ്ടേ. ഇതിനിടയ്ക്ക് കൗണ്ട് കൂടും, കൗണ്ട് കുറയും. ഇതിനിടയ്ക്ക് ട്യൂബ് മാറണം, അങ്ങനത്തെ കുറേ നൂലാമാലകൾ. ഒരാഴ്ച കഴിയുമ്പോൾ HP കുറയാൻ വേണ്ടി റിക്കോ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എടുക്കണം. അതിന് 2000 രൂപ. ചുരുക്കത്തിൽ എത്ര 1000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാനൊക്കെ. റിയാലിറ്റിയാ ശാരീരികമായ ദാരിദ്ര്യം. ശാരീരികമായ ദാരിദ്ര്യം. അപ്പം ഞാനിത് എനിക്ക് പരസ്യമായിട്ട് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. എൻ്റെ പെങ്ങൾ 10 വർഷം ഡയാലിസിസ് ആയിരുന്നു. ആഴ്ച 3 വട്ടം 100 ദിവസം അറ്റ് എ ടൈം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ആര് കൂടെ നിൽക്കും? 100 ദിവസം ഒരാൾ കൂടെ നിൽക്കുക, എല്ലാ ദിവസവും 3 മണിക്ക് പോവുക. അപ്പം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം. എന്നെ കൊണ്ട് എപ്പോഴും ഒക്കത്തില്ല. അവൾ പറയണം നീൻ്റെ കാര്യം എനിക്കറിയാം. അതിനവളെന്ത് ചെയ്യും? രാത്രി 3 മണിക്കത്തെ സ്ലോട്ട് എടുക്കും. വെളുപ്പിനെ 2 മണിക്കോണം ആരോടും പറയാതെ എഴുന്നേറ്റ് 3 മണിക്കത്ത് പോയി കിടന്നാൽ അവൾ അതുപോലെ തിരിച്ച് 6 മണിയാകുമ്പോൾ തിരിച്ചു വരും, ആരും അറിയാതെ. ആരെയൊക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം. വലിയ പാടാണ് ശാരീരികമായ ദാരിദ്ര്യം. കീമോ ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ മുടി പൊഴിയും, ശരീരം ക്ഷീണിക്കും. പക്ഷേ എൻ്റെ കർത്താവിന് പ്രത്യേകതയുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം വരുന്ന ദൈവം. പാപമോചനമുണ്ടെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. എല്ലാവരും പറഞ്ഞേ, ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആത്മാവിൽ ഒരു പുതുക്കം, ശരീരത്തിലൊരു പുതുക്കം. ആത്മാവിൽ പുതുക്കം, ശരീരത്തിൽ പുതുക്കം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അടുത്ത വചനം കരമുയർത്തി ഉറക്കെ പറയണം. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും
ഇരുകരങ്ങൾ ഉയർത്തി ഉറക്കെ നീട്ടി പറ, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അടുത്തത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തെങ്കിൽ ശാരീരികമായ ദാരിദ്ര്യത്തെ ആരോഗ്യത്തിന്റെ സമ്പന്നത തരുന്ന ഒരു ദൈവമുണ്ട്. ഋഗനം ശകനം ദഗനം ധാരം ധേരം 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 രഗജം ഋഗനം ശകനം ധാരം അർക്കലപത്തുരി വൈഡപരന്തന ഋക്കലപച്ചന വൈഡപരേജകരന്ധം അർഘധാനം ധേരം 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 ധേരം. എല്ലാവരും പ്രാർത്ഥിച്ച അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കുക. ഈ വചനം വിശ്വസിച്ച് സ്വീകരിക്കുക. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവർ മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിലെ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അത്തുൽക്കാനം ശക്തലപൈടം വന്തരപക്ഷം സന്തരഭക്തം രഗജം ധാരം. ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം വരുത്തും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ റാഫയാകുന്നു. ഇന്ന് ശാരീരികമായ ദാരിദ്ര്യങ്ങളുടെ മേൽ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ചേർന്ന് പറയാൻ കരമുയർത്തി, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. ഉറക്കെ പറഞ്ഞേ, അവന്റെ അടിപ്പിണരുകളാ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക രോഗസൗഖ്യം യേശുവിൻ നാമത്തിൽ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഭൗതിക വികാസത്തിന്റെ ആ ഭൗതിക വികാസം നൽകുവാൻ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലം തുറക്കട്ടെ. തുറക്കട്ടെ. അയ്യൽസിരുന്ന മക്കൾ, ഓയിത്തിയിടുന്ന മക്കൾ, ഞാനിന്ന് ഭൗതികത പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ എനിക്ക് എന്റെ കർത്താവിനെ അറിയാം. അവൻ പിമ്പനെ മുമ്പനാക്കുമെന്ന് പറഞ്ഞാൽ പിമ്പനെ മുമ്പനാക്കോ. അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമാനെ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന ദൈവോ. ഹല്ലേലൂയ. ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. തരുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് തരുന്ന ദൈവോ. കാരണം അവിടുത്തെ വാക്കുകൾ ശാരീരികമായ ദാരിദ്ര്യങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അസ്ഥിവേദനകൾ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. ക്രിയാറ്റിന്റെ മേൽ കൂടി വരുന്ന മേഖലകളുടെ മേൽ ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. സ്കിൻ അലർജികളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഇന്ന് പകലിൽ നീട്ടപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ശാരീരികമായ ദാരിദ്ര്യങ്ങൾ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തതുപോലെ ശരീരത്തെ അങ്ങ് തളർത്തുന്ന ശാരീരിക ബലഹീനതയുടെ മേൽ എത്ര പേർ ദൈവസന്ധി ചാടി എഴുന്നേറ്റ് പറ, പുതുക്കം, ഒരു പുതുക്കം, ക്ഷീണം മാറുന്ന പുതുക്കം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഋഗനം ശകനം ദഗനം ദഗനം ധാരം ധേരം 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 ധേരം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശുദ്ധ വചനത്തിൽ വായിക്കുന്നു, ഗിലെയാദിൽ സുഗന്ധതൈലമുണ്ട്, അവിടെ വൈദ്യനുണ്ട്. അങ്ങനെ ഈ തൈലം ഉണ്ടാകുമെന്ന് അറിയുമോ? വലിയ വൃക്ഷങ്ങൾ, ദേവദാരുക്കൾ പോലെയുള്ള വൃക്ഷങ്ങളൊക്കെ അതിൻ്റെ തൊലി കട്ടിയുള്ളതാണ്. അത് പൊട്ടി കറ വരും. ആ കറയുടെ അടുത്താണ് സുഗന്ധതൈലം ഉണ്ടാക്കുന്നതെന്ന്
കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കറ എങ്ങനെ എടുക്കും? കാറ്റടിക്കുമ്പോൾ, തെക്കൻ കാറ്റ് വരുമ്പോൾ ഈ മരവൃക്ഷം, വടുവൃക്ഷം വടക്കോട്ട് പോകും, വടക്കോട്ട് കാറ്റ് വരുമ്പോൾ തെക്കോട്ട് പോകും. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു കാറ്റുണ്ട്, വടക്കൻ കാറ്റും തെന്നിക്കാറ്റും കൂടെ വരും. അതുകൊണ്ടാണ് പാടുക, വടതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ, തോട്ടത്തിൽ നിൽക്കുന്ന നടുത്തലകളിന്മേൽ അടിച്ചടിച്ചുലച്ചുലച്ചുലച്ചടിച്ച്. വടതിക്കാറ്റും തെന്നിക്കാറ്റും കൊണ്ട് വരുമ്പോൾ ഈ വൃക്ഷം ഇങ്ങനെ പിരിഞ്ഞ് കറങ്ങുമെന്ന്. ഇത് പിരിഞ്ഞ് കറയുമ്പോൾ ഇതിൻ്റെ തൊലി പൊട്ടും. തൊലി പൊട്ടുമ്പോൾ ഒരു കറ വരും. ആ കറയൂടെ എടുത്താണ് സുഗന്ധ തൈലം ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ ഒരു തൈ ഇങ്ങനെ മുളച്ച് വന്നൊരു തൈയുണ്ട്. യെശയ്യാ 53 ഒന്നിൽ പറയുന്നു, ഒരു തൈ ഇങ്ങനെ മുളച്ച് വന്നു, ഇളയ തൈ പോലെ വരണ്ട നിലത്തുനിന്ന് വേറെ മുളയ്ക്കുന്നു, അവൻ്റെ മുമ്പാകെ വളർന്നു. ആ തൈ മുളച്ച് വന്നപ്പോൾ റോമൻ ചാട്ടകൾ ആ തൈയുടെ മേൽ നിർദാക്ഷിണ്യം വീണപ്പോൾ അതിൻ്റെ പുറന്തോൽ പൊട്ടി കീറി വന്നു. ആ വന്നത് കറയല്ല, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തം. ആ രക്തത്തിനകത്ത് ഗിലിയാദിലെ സുഗന്ധ രോഗസൗഖ്യമുണ്ട്. ശാരീരിക ദാരിദ്ര്യത്തിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. തന്റെ പാദ പീഠമെന്റെ. എഴുന്നേറ്റ് നിൽക്കാവുന്നവരൊക്കെ എഴുന്നേറ്റ് ഇന്ന് ഒരു പുതുക്കം ആഗ്രഹിക്കുന്നവർ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാവിലെ എഴുന്നേക്കാൻ വയ്യാത്ത പോലെ ദേഹമാകെ തളരുകയാണ്, ഭയങ്കര തളർച്ച. ക്രോണിക് ഡയബറ്റിക് യേശു കർത്താവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. ക്രോണിക് ഡയബറ്റിക് യേശുവിൻ നാമത്തിൽ പിടിച്ചു താഴ്ത്തുന്ന പോലെ താഴട്ടെ. കർത്താവെ, ക്രോണിക് ഡയബറ്റിക് പിടിച്ചു താഴ്ത്തുന്ന പോലെ ആത്മാവിന്റെ യുദ്ധഭൂമിക്കകത്ത് യേശുവിൻ നാമത്തിൽ തളർത്താൻ വരുന്ന എല്ലാ ദുഷ്ടരോഗബന്ധനങ്ങളെ ഞങ്ങൾ ശാസിച്ചിട്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചേർന്ന് പാടിയേ. തന്റെ പാദപീഠം എന്റെ വൈദ്യശാല, തന്റെ പാദപീഠമെന്റെ വൈദ്യശാല. തന്റെ പാദ വിശ്വസിച്ച് സ്വീകരിച്ച് എന്റെ വൈദ്യശാല. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശുതാൻ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശുതാൻ. പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. സഹോദരന്മാരുടെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശാരീരികമായ ദാരിദ്ര്യമുണ്ട്. പല മേഖലയിലായിരിക്കാം. അത് ത്വക്കിന്റെ മേലാകാം, പാൻക്രിയാസിന്റെ മേലാകാം, കിഡ്നിയുടെ മേലാകാം, അസ്ഥിയുടെ മേലാകാം. ആ ദാരിദ്ര്യത്തിന്റെ മേൽ എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുന്ന ഒരു പുതുക്കം എനിക്ക് വേണം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അത് ആഗ്രഹിക്കുന്നവരൊക്കെ അതെന്റെ ആവശ്യം, ബാഡ്ലി നീഡഡ്. സൗഖ്യം വ്യാപരിക്കണം, എനിക്കൊരു പുതുക്കം വേണം. അങ്ങനെയുള്ളവരൊക്കെ കരമുയർത്തി വിശ്വാസത്തോടെ ഈ പാട്ട് പാടിക്കേ. രോഗശാന്തിക്കായി ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആ യേശുവിൻ കൈ എൻ ശിരസിൻ മേലിൽ. വിശ്വാസത്തോടെ സ്വീകരിച്ചേ. ഓ യേശുവിൻ കൈ എൻ ശിരസിൻ മേലിരിക്കുന്നു. എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ വലം കൈയാൽ. എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ വലം കൈയാൽ. ഓ തന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാ. തന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാ. പിതാവേ,
ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് ഇപ്പോൾ ആ രോഗസൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ, ശരീരത്തിനൊരു പുതുക്കം ഉണ്ടാകട്ടെ, ആ ആത്മാവിനൊരു പുതുക്കം ഉണ്ടാകട്ടെ. തന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാ, തന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാ, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാം. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു കർത്താവിന്റെ രണ്ടാമത്തെ അടയാളമായി അങ്ങ് കഫർന്നഹൂമിൽ നിന്ന് ഗലീലയിലെ കാനാവിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തി വന്നിട്ട് പറയുന്നു, അങ്ങന്റെ വീട്ടിലേക്ക് വരണം. എന്തിന്? എൻ്റെ കുഞ്ഞ് രോഗമായി കിടക്കുകയാണ്, എൻ്റെ കുഞ്ഞ് രോഗമായി കിടക്കുകയാണ്, അങ്ങന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നാം കാണുന്നുണ്ട്, രാജഭൃത്യന്റെ മകൻ കഫർന്നഹൂമിൽ നിന്ന് വരികയാണ്. രാജഭൃത്യൻ കുഞ്ഞിന് വേണ്ടി യേശു കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞു, യേശു കർത്താവോട് പറഞ്ഞു 4:49, കർത്താവെ പൈതൽ മരിക്കും മുമ്പ് വരണം. യേശു അവനോട് പോയിക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. അവന്റെ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. അത് യേശു പറഞ്ഞ നാഴിക തന്നെ എന്ന് അവൻ ഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ തലേദിവസം അവനോട് വിട്ട് നിന്റെ കുഞ്ഞിന് സുഖമായി കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ കർത്താവിന്റെ വചനം അങ്ങ് അവനെ സുഖമാക്കി. എലിദാസൻ ഇത് പറയുമ്പോൾ അകലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രത്യേക ജീവിത സാഹചര്യമാണ് ഇതിനെ ഈ വചനം ചിന്തിപ്പിച്ചത്. പ്രത്യേകമായ ടിപ്പിക്കലായിട്ടൊരു എക്സ്പീരിയൻസ്. അമേരിക്കയ്ക്ക് ഒരു യാത്ര പോകുകയാണ്. 3 ആഴ്ചത്തെ ഒരു യാത്ര, കുറേ വർഷം മുമ്പ് 3-4 ആഴ്ചത്തെ യാത്ര. അങ്ങനെ പോകാനിരിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ തീരെ സുഖമില്ലാതായി. അപ്പോൾ തീരെ സൗഖ്യമില്ലാതെ വല്ലാതെ ICU കിടക്കുക. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം. എന്നിട്ട് പറഞ്ഞിട്ടാ, നീ പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് പോകണം. എങ്ങനെ കാര്യങ്ങൾ, നീ നാളെ പോവുകയാണോ? അപ്പോൾ നീ പോയിട്ട് ഞാൻ മരിച്ചു പോയാൽ നീ വരുമോ? അതോ എന്നെ കാത്തിരിക്കണ്ടായോ? അതോ വെക്കണോ? എല്ലാം ഒന്ന് പറഞ്ഞിട്ട് വേണം, എനിക്കറിയില്ല, അതുപോലെ ക്ഷീണ. അപ്പോൾ നീ പോവുമോ? പറയണോ? ഇത് ശനിയാഴ്ച അവൾ എന്നോട് 4 മണിക്ക് പറഞ്ഞു. ഞാൻ ഞായറാഴ്ച രാത്രി പോവുകയാണ്, എനിക്ക് ചർച്ചിൽ പറയണം, ടിക്കറ്റ് റെഡി. പോയില്ലേ, അവിടെ റെഡി ആയിരിക്കുന്ന മീറ്റിങ്ങുകൾ, ഭയങ്കര പൈസ കൊടുത്തെടുത്ത ടിക്കറ്റ്, പിന്നെ ആകെ എല്ലാം കൊണ്ടും ഡിലേമ. പോണോ വേണ്ടായോ? പോയാൽ മരിച്ചു പോയാൽ വരാനൊക്കോ? വല്ലാത്തൊരു അസ്വസ്ഥത. അന്ന് രാത്രി ശനിയാഴ്ച ഉറങ്ങിയില്ല. ഉറങ്ങാതിരുന്നിട്ട് ഞാനിങ്ങനെ പുസ്തകം വായിക്കുക. വെളുപ്പിനെ വായിച്ചപ്പം വെറുതെ ഇതൊന്ന് വായിച്ചു, കഫർന്നഹൂം കാന. ഞാൻ ഗൂഗിളെടുത്തൊന്ന് അടിച്ചു നോക്കി, കഫർന്നഹൂമും കാനായും തമ്മിലുള്ള വ്യത്യാസം എന്തുണ്ട് നോക്കിയപ്പോൾ ഏതാണ്ട് 27 കിലോമീറ്റർ ഉണ്ട്. ഞാൻ കണക്ക് കൂട്ടിയപ്പം കൃത്യം ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് ഏകദേശം എൻ്റെ പെങ്ങൾ കിടക്കുന്ന സ്ഥലം വരെയുള്ള ദൂര. അന്ന് എനിക്ക് പിടികിട്ടി, ഈ ദൂരത്തിൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ആ ഉറപ്പ് ഞാൻ പോയിട്ട് വന്നു. മരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പോയിട്ട് വരുന്ന വരെ ദൈവം അത്ഭുത സൗഖ്യത്തോടെ ഇരുത്തി. എനിക്കൊരു കാര്യം അറിയാം, ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അങ്ങ് ദൂരെ വിടിവിക്കുന്ന ദൈവമുണ്ട്, അകലങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമുണ്ട്. അകലെ ഇരിക്കുന്ന നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തിന്റെ മേൽ യേശുവിൻ നാമത്തിൽ ആ പോരാട്ടം ഇപ്പൊ മാറും. അകലെ ഇരിക്കുന്നതിന്റെ കുഞ്ഞിന്റെ രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയും. അകലെ ഇരിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവന്റെ മേൽ വ്യാപരിക്കുന്ന രോഗക്കെടുതി യേശുവിൻ നാമത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അഴിക്കുന്ന ദൈവമുണ്ട്, അകലങ്ങളിൽ അധികാരമുള്ള ദൈവം. 2 റഗന ശഗന റിഗന റബന ഹല്ലേലൂയ ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെഥെസ്ദ ആട്ടുകൊള്ള, അവിടെ ഒരു കുളമുണ്ട്. അവിടെ എത്ര ആണ്ട്? 38 ആണ്ട്. ആണോ? 38 ആണ്ട്. യേശു കർത്താവിന് അന്ന് എത്ര വയസ്സ് കാണും? മാക്സിമം 30-32 വയസ്സ് കാണും. അപ്പൊ ഇവന്റെ രോഗം, ഈ സഹോദരന്റെ രോഗം ആരെക്കാട്ടി മൂത്തതാ? യേശുവിനെക്കാട്ടി മൂത്ത. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്, കാലപ്പഴക്കങ്ങളുടെ മേൽ. രോഗത്തിന് എത്ര കാലപ്പഴക്കമുണ്ടെങ്കിലും
അതിൻ്റെ ഹിസ്റ്ററി എത്ര വർഷമായെന്ന് ചോദിക്കാനല്ല എൻ്റെ യേശു വന്നത്. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാമെന്ന് പറയാൻ കഴിവുള്ള ദൈവം. ഇന്നും പാപമോചനമുണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട്. വിശ്വസിച്ച് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി അടിച്ച് വിശ്വസിച്ച് സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ കരങ്ങൾ അടിച്ച് വാതരം തുറന്ന് പറ. അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നു മരിക്കുന്നു. യഹോവ റാഫ, 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 യഹോവ റാഫ. യേശുവിൻ്റെ കൈ ഇപ്പോൾ ജനത്തിൻ്റെ ശിരസിന്മേൽ ഇരിക്കട്ടെ. യേശുവിൻ്റെ വലം കൈ അവരെ ആശ്ലേഷിക്കട്ടെ. ഗിലെയാദിലെ സുഗന്ധ തൈലം അവിടെ മേൽ ഒഴിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാലി വരെ ഫ്രം ഹെഡ് ടു ടോ യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ ആട്ടിപ്പിണരുകളുള്ള സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. രകനം ശകനം തികനം രകജം രകനം അർക്കല രക്കന റിക്കന വച്ചല വൈഡവ രന്തന റിക്കല. അവർ മരണവാദിനോട് സമീപിച്ചു. സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തൻ്റെ വചനം വായിച്ച് അവരെ വിടുവിച്ചു. കുഴികളിൽ നിന്ന് അവരെ കയറ്റിയെങ്കിൽ കർത്താവെ മരണം പ്രതീക്ഷിച്ച് ക്യാൻസർ പോലെയുള്ള രോഗത്തിന്റെ ചില സ്റ്റേജുകൾ മാറി മാറി മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവ വചനത്തിന്റെ ശക്തി ഇപ്പോൾ അകലങ്ങളിൽ വ്യാപരിക്കട്ടെ. അച്ചക്കാരം ശക്കൽ ഘടകം ദിഗനം താരം ധേരം 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 ഋഗജം ധഗനം ഋഗജഗരന്തം. അച്ചാരക്ഷ സംദാ റിക്ക ദാന വൈഡ രഗജ ദിഗന രഗലേ ദിഗനേ രഗലേ ഹംതന റിക്കന വച്ചന വൈഡവരന്തന ദൂഡപരക്ഷ സംദര വച്ചന വൈഡവരന്തന ദേവന വക്തന വൈഡവരന്തന ഹത്തന രാജ. ഗ്ലോറി 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 ഗ്ലോറി. തളർന്നു പോകാതെ ഓടുന്ന, ക്ഷീണിച്ചു പോകാതെ നടത്തുന്ന, തളർന്നു പോകാതെ ഓടിക്കുന്ന, തളർന്നു പോകാതെ ഓടിക്കുന്ന ആ ദൈവിക ആരോഗ്യം അവരുടെ ഇടയിൽ ആരും ബലഹീനുണ്ടായിരുന്നുള്ള വചനം പോലെ ഈ ദൈവസഭയ്ക്കകത്തൊരു ആരോഗ്യം വ്യാപരിക്കട്ടെ. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ആരോഗ്യമുള്ള ഒരു ദൈവസഭയായി മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശു കർത്താവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ തീമതിൽ തീർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസർ കടക്കരുത്. ഒരു കുടുംബത്തിനകത്ത് അകാല മരണങ്ങൾ കടക്കരുത്. ഒരു കുടുംബത്തിനകത്ത് മാനസിക രോഗം മൂലം ആത്മഹത്യകൾ ഉണ്ടാകല്ല്. എല്ലാ ആത്മഹത്യ പ്രവണതകളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബന്ധിച്ച് ഉച്ചാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മാനസികമായി തളർത്തി ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന ദുഷ്ട ദേശാധിപതി ദുരാത്മാവിനെ ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു. കുടുംബങ്ങളിൽ അതിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ മാനസിക മണ്ഡലത്തിന് മേൽ ആരോഗ്യം വ്യാപരിക്കട്ടെ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഗ്നി പോലെ ഇറങ്ങണമേ, കരിക്കേണ്ടതിനെ കതിക്കണമേ, പതിയണമേ, ഉരുക്കേണ്ടതിനെ ഉരുക്കണമേ, എടുത്തു മാറ്റണമേ, എടുത്തു മാറ്റണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാര
പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, രോഗികൾ സുഖപ്പെടട്ടെ, മാനസിക രോഗബന്ധനങ്ങൾ അടിയട്ടെ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, ഹല്ലേലൂയ. അടുത്ത മേഖല വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ദാരിദ്ര്യം, മാനസികമായത്, സാമൂഹികമായത്, ബൗദ്ധികമായത്, ശാരീരികമായത്. ഇനി ഒരു ദാരിദ്ര്യ മേഖലയുമാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. അതാണ് നാം പെട്ടെന്ന് ഓർക്കുക. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ കാണുന്നു, കഷ്ടതയെന്ന കഠിനശോധനയിലായിരുന്നിട്ടും 2 കൊരിന്ത്യർ 8 അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം അതുവരെയും കാണിപ്പാൻ കാരണമായി തീർന്നു. വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ നാം കാണുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകണം, നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും. ഞാൻ ഈ പറയുന്നത് അതിഭൗതികതയുടെ ഒരു തലത്തിലേക്ക് കോടീശ്വരനാകുമെന്ന് പറയാൻ വേണ്ടിയല്ല. പക്ഷേ കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനാ. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അപാപിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെയാണ്. കടക്കണിക്കകത്തുപെട്ട് വല്ലാതെ മനസ്സ് തകർന്ന് ശരീരം തകർന്ന് അപമാനത്താൽ തലകുനിഞ്ഞു പോകുന്ന വ്യക്തികളുടെ മുഖം ദുഃഖം വലുതാ. കണക്കുകളൊന്നൊന്ന് തെറ്റുമ്പോൾ തലകുനിഞ്ഞു പോകും. സാമ്പത്തികമായ ദാരിദ്ര്യം ഇന്ന് പകലിൽ എങ്ങനെ മാറുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നവരും നമ്മുടെ ദേവന് സ്തോത്രം പാടിടുവിൻ. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ബുദ്ധിമുട്ട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ അതിസമ്പന്നരാകുമെന്നോ നിങ്ങൾക്ക് ഭയങ്കര കോടീശ്വരരാകുമെന്നോ പറയാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ വല്ലാതെ ദാരിദ്ര്യത്തിൻ്റെ കടക്കണിക്കകത്തുപെട്ട് കർത്താവേ, വയ്യ കർത്താവേ എന്ന് പറയുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴിവാതിലുകൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇടുക്കത്തിരുന്നു കൊണ്ട് നിലവിളിക്കുമ്പം വിശാലത വരുത്തുന്ന ദൈവമുണ്ട്. എന്തിനു മാറ്റുമെന്ന് പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പം കാണുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം വരുവാൻ കാരണമായ ഔദാര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. എൻ്റെ കർത്താവേ, എൻ്റെ പേഴ്സ് ശൂന്യമാ. നാളെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കണമെന്നറിയത്തില്ല, ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്നറിയത്തില്ല. എന്നോട് എത്രയോ മക്കൾ പറഞ്ഞിട്ടുണ്ട്, +2 കഴിഞ്ഞു, എല്ലാ മക്കളും അഡ്മിഷൻ നേരത്തെ എടുത്തു, എൻ്റെ അപ്പം മാത്രം ഒരു ചിന്തയില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, പൊട്ടം കളിക്കുക. പക്ഷെ എനിക്ക് അപ്പനെ അറിയാം, പൊട്ടം കളിക്കുകയല്ല. ചാടി ഇറങ്ങി ബാംഗ്ലൂരിൽ പോയി അന്വേഷിക്കാൻ ആ മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഇല്ല. നേരത്തെ കൂടപ്പുറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോൾ സഹായിക്കാമെന്ന്. ഇപ്പോൾ ആ വ്യക്തി ഫോൺ എടുക്കുന്നില്ല, വീണ്ടും വീണ്ടും വിളിക്കാൻ ധൈര്യം വരുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമാണ്. സാമ്പത്തികമായ ദാരിദ്ര്യത്തിനകത്ത് പെട്ട് വലയുന്നവർ, നാളെ എന്ത് ചെയ്യണമെന്നറിയാത്തവർ, വഴി അടഞ്ഞു പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവ് ദരിദ്രനെ കൊപ്പയിന്ന് ഉയർത്തും. കൈ നീട്ടാൻ ഇടവരാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കൈകൾ ശൂന്യമാകത്താതെ. ഇടിഞ്ഞു പൊടിഞ്ഞ വീട്,
മഴ പെയ്താൽ വെള്ളമല്ല അതിനകത്താ. ഒരു വ്യത്യാസം വരണം. കുഞ്ഞിൻ്റെ കല്യാണത്തിന് മുമ്പ് കുഞ്ഞുങ്ങൾ പ്രായമായി വരിക, മക്കൾ പറയുന്നു ഈ വീട്ടിൽ വെച്ച കല്യാണം വേണ്ട. എന്തോ എന്നോട് കർത്താവ് അങ്ങനെ പറയുക. ഒരു മാറ്റം വേണം. ഒന്ന് പെയിന്റ് അടിച്ചിട്ട് ഒത്തിരി നാളായി. കർത്താവെ ഒരു വഴി തുറക്കണേ. കരമുയർത്തി പ്രാർത്ഥിച്ച് സാമ്പത്തികമായ ദാരിദ്ര്യത്തിനകത്തുനിന്ന് അന്നുള്ള മന്നത നടത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഞാനൊരു കാര്യം ലൈവിലാണ് പറയുന്നത്, എനിക്കറിയാം. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായപ്പം രണ്ടാമത്തെ ഒരു കുഞ്ഞ് വേണോ വേണ്ടായോ? അന്ന് ഞാനങ്ങ് താഴെ പാവപ്പിടിച്ച വീട്ടിലൊന്നുമല്ല, എന്നാൽ പോലും അന്ന് ഡയപ്പർ മേടിക്കാൻ കാശില്ലായിരുന്നു. അപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പം പ്ലാസ്റ്റിക് ഷട്ടിക്കകത്ത് തുണി വെച്ചോണ്ടാ പോയെ. പക്ഷേ എൻ്റെ കുഞ്ഞിനന്ന് ഡയറിയ ആയിരുന്നു. ഇത് പൊക്കോണ്ടേയിരിക്കും, കഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ വല്ലാതെ കളിയാക്കി, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടോ? ദേഷ്യത്തിലാണെങ്കിലും തിരിച്ചു വന്നപ്പം ഭാര്യ അറിഞ്ഞു, ഇനി ഒരു കൊച്ചിൻ്റെ കാര്യം ആലോചിക്കണമെങ്കിൽ ഡയപ്പർ മേടിക്കാനുള്ള കാശുണ്ടാക്കിയിട്ട് കൊച്ചു മതി. അതിനന്ന് എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ 2007 മുതൽ പോയ യാത്രകൾ, ഞാൻ ഏറ്റവും കൂടുതൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഡയപ്പറാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളതും ഡയപ്പറുകളാണ്. ആര് ഞങ്ങളുടെ സഭയിൽ കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞാലും മേടിച്ചു കൊടുക്കുന്ന ഡയപ്പറാണ്. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അത്ഭുതം, 2018 പ്രളയം ഉണ്ടായപ്പോൾ ഒരു ലോഡ് സാധനം കൊണ്ടിറക്കി വെച്ച് വീട് നിറച്ചിരിക്കുക. അന്ന് അടുത്തൊരു കുഞ്ഞ് ഉണ്ടാകണമെങ്കിൽ ഒരു ഡയപ്പർ മേടിക്കാൻ കാശില്ലാത്ത ഒരു പാരമ്പര്യം, ഒരു സമയം എനിക്കുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാന്ന് പറയാൻ വേണ്ടി നിൽക്കുകയല്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഈ അതിരുവിശാലാക്കുന്നൊരു ദൈവമുണ്ട്. അതിരുവിശാലാക്കുന്നൊരു ദൈവമുണ്ട്. വല്ലാതെ ഞരങ്ങി നാളെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഭാരപ്പെടുന്നവരോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തിരുന്ന ദൈവമുണ്ട്. കരം ഉയർത്തിപ്പിടിച്ചേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ സ്നേഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടത്തിൻ്റെ മുഖത്തെ ഒന്ന് തകർത്തിട്ട് ഞെരുക്കത്തിൽ നിന്നൊരു വിശാലത കൊണ്ടുവരണം. മൊത്തം ആഗോള സാമ്പത്തിക മാന്ദ്യമാ എങ്കിലും ആഴി വഴിയുള്ളവനെ, ചെങ്കടനകത്തൂടെ വഴിയൊരുക്കാൻ കഴിയുള്ള ദൈവമേ, ഈ ജനത്തിൻ്റെ കർത്താവ് ഞെരുക്കങ്ങൾ മാറണമേ, ഞെരുക്കങ്ങൾ മാറണമേ, ഞെരുക്കങ്ങൾ വഴി മാറണമേ. ഞങ്ങളിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ മേഖലയിൽ ദൈവമേ, ധനാഢ്യരായിട്ട് ധനവാനായിട്ട് ദൈവത്തെ മറന്നു കളയാനല്ല, പക്ഷെ ആടെ മുമ്പേ കൈനീട്ടരുത്, കടപ്പടിക്കരുത്. കാരണം ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. യേശുവിൻ നാമത്തിൽ ആ മേഖലയുടെ മേൽ ഒരു വിശാലത ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മേഖലയുടെ മേൽ ഒരു വിശാലത കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ദാരിദ്ര്യത്തിന് മേൽ ഒരു ആരോഗ്യത്തിൻ്റെ സമ്പന്നതയെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായ ദാരിദ്ര്യത്തിന് മേൽ ഒരു ധൈര്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബൗദ്ധികമായ ദാരിദ്ര്യത്തിന് മേൽ കർത്താവ്, ഇന്ന് പുറകിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവ് വരാൻ താമസിച്ചാൽ അവർ സിവിൽ സർവീസ് എഴുതട്ടെ കർത്താവേ, അവർ PhD എടുക്കട്ടെ കർത്താവേ. കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ പറയുക, അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഗ്രി എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഗ്രി എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു ഞാൻ. അങ്ങനെ പറയാം, ഞാൻ 10ാം ക്ലാസ് വരെ ഭയങ്കര മിടുക്കനായിരുന്നു. പിന്നെ എവിടെ ഒന്ന് കെട്ടി പ്രീ ഡിഗ്രിക്ക് അങ്ങ് പൊട്ടി, ഉഴപ്പിപ്പൊട്ടിയതാണ്. അന്ന് പൊട്ടിയപ്പോൾ ഞാൻ എൻ്റെ പുസ്തകം എടുത്ത് എഴുതി വെച്ചത്, കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കൊരു കർത്താവിനെ അറിയാം, എനിക്കൊരു കർത്താവിനെ അറിയാം. പിമ്പനെ മുമ്പനാക്കും, ദരിദ്രനെ കൊപ്പയിൽ ഉയർത്തും. ഗിദെയോനോട് എന്ന് പറഞ്ഞു, ഞാൻ യഹോവ ശാലോം പേടിച്ചിരിക്കുക, നിനക്ക് സമാധാനം. പത്രോസ് ചോദിച്ചു, എങ്ങനെ കരവടയ്ക്കുന്നത്? വെച്ചുകൊണ്ടിട്ടോ. രൂത്ത് ചോദിച്ചു, ഞാൻ വയലിലെ കാല പറക്കി കഴിച്ചോട്ടെ? കർത്താവ് പറഞ്ഞു, അല്ല, നീ അതിൻ്റെ വയലിൻ്റെ ഉടമസ്ഥയായിട്ടും മാറിക്കോ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തം പരം. ഈ മേഖലയിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേര്. കർത്താവേ, ഈ അസുഖം ഞാൻ മരിച്ചു പോയ എൻ്റെ ഭാര്യ എന്തോ ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെ ഭാരപ്പെടുന്ന ആത്മാവ് പറയും, നീ മരിക്കുകയില്ല, നീ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ യേശുവിൻ നാമത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യത്തോടുകൂടി ആയുസിനെ ചില വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചു പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പറയുന്നു, മരിക്കയില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ വചനത്തെ വിശ്വസിച്ച് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ആരോഗ്യ സമ്പന്നതയെ ചോദിക്കുന്നു. അവസാനിപ്പിക്കട്ടെ. ദരിദ്രൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എൻ്റെ ദാരിദ്ര്യത്തില ഞാൻ എൻ്റെ യേശുവിനെ കൂടുതലായി അറിഞ്ഞത്. കാരണം അവനും ദരിദ്രനായിരുന്നു, അരക്കാശിന് മുതലില്ലാത്ത.